അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ ഹനുമാൻ ടെമ്പിളിലേക്കാണ്. ഹനുമാൻ ടെമ്പിളിലേക്ക് പോകാനുള്ള വഴിയിലാണ് ഈ നമ്മുടെ കാഴ്ച, ഷിംലയുടെ കാഴ്ച. അപ്പോൾ നമ്മൾ ഹനുമാൻ ടെമ്പിളിൽ പോകുന്ന വഴി കുറച്ച് മുകളിലേക്ക് എത്തിയ സമയത്തോടെ നോട്ട് ചെയ്യുക. നമ്മൾ താഴെ നിന്ന് വെച്ച് കാണിച്ചതിൻ്റെ ആ ഷിംല സിറ്റിയുടെ ഏകദേശം കുറച്ച് ടോപ്പിൽ നമ്മളിപ്പോൾ കറക്റ്റ് എത്തും. ആ ഒരു നമുക്ക് കറക്റ്റ് തന്നെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മലയുടെ. പോകുന്നത് നമ്മുടെ ജഹു ടെമ്പിൾ അല്ലെങ്കിൽ ഹനുമാൻ ടെമ്പിൾ എന്നൊക്കെ നോർമലി പറയുന്നൊരു ടെമ്പിളിലേക്ക്. ആ പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഡോഗ്സിനെ കാണാൻ വേണ്ടി പറ്റി. ഇത് നമ്മൾ തണുത്ത സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിൽ കുറച്ച് സ്റ്റെപ്പുകൾ കയറിയാണ് പോകാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നവർ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ആദ്യമേ ടാക്സി വിളിച്ച് തന്നെ പോവുക. നമ്മൾ പെട്ടുപോയി ഫ്രണ്ട്സ്. അങ്ങനെ ഹനുമാൻ മന്ദിറിൽ ഇവിടെ വന്ന് കയറാൻ വന്ന് അപ്പോൾ നമ്മളെല്ലാം വല്ലാത്തൊരവസ്ഥയായി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ ഓക്കെ ആയി. ഞാനും കുറച്ച് പേടിച്ചാണ്ടിരുന്നത്. ബട്ട് അറ്റ് ലാസ്റ്റ് വി ആർ ദ മൊമെൻറ്റ് ഓഫ് ഫോർ റീച്ചിങ്. അങ്ങ് മുകളിൽ കാണുന്നതാണ് പ്ലേസ്. ഇവിടെ നമുക്ക് ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു പ്ലേസ്. ഓക്കെ, നമ്മളങ്ങനെ നടന്ന് ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് നമുക്കറിയാം ടാക്സിയിലൊക്കെ ഒത്തിരി നമുക്ക് വേറൊരു വഴിയാണ് അവർ കറങ്ങി വരുന്നത്. ആ വഴി നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വരാം. അല്ലെങ്കിൽ കേബിൾ കാർ സർവീസും ഉണ്ട്. അതും നമുക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ പോയ ദിവസം അത് ക്ലോസ് ആയിരുന്നു. നമുക്ക് ഏറ്റവും മുകളിലെത്തി അവർ കൊണ്ട് നിർത്തുന്ന ടാക്സി നിർത്തുന്ന പ്ലേസിൽ നിന്ന് നമുക്ക് കുറച്ച് നടന്നു പോകാനുണ്ട്. നമ്മൾ ടോട്ടലി നടന്നു വന്നുകൊണ്ട് ഇവിടെ വന്ന് നമ്മൾ വീണ്ടും ഒരു 20 രൂപയ്ക്ക് നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ നമുക്ക് എക്സലേറ്റർ ഉണ്ട്. എക്സലേറ്റർ വഴി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്. ഇവിടെ വന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഷിംലയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. ഈ ഒരു സ്പോട്ട് നമുക്ക് ഷിംലയുടെ പല ഭാഗത്ത് നിന്നാലും നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടർഫുൾ സീനിക് വ്യൂ ഉള്ളൊരു സ്പോട്ടാണ്. ഇതും നമ്മൾ ഇവിടെ പോകണമെന്ന് തീരുമാനിച്ചത് ഫസ്റ്റ് ഒരു ഹോട്ടലിൽ പോയി അവിടെ നിന്ന് പുറമേയൊക്കെ നോക്കിയപ്പോൾ ഒരെണ്ണം മുകളിൽ നിൽക്കുന്നുണ്ട്. സോ ആ ഒരു ലുക്ക് നമുക്ക് മനസ്സിലാക്കി അത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്ലേസ് ആണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്പോട്ട് ഞാൻ അവിടെ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചത്. ഓക്കെ, ഇത് ജഹു ടെമ്പിൾ എന്നറിയപ്പെടുന്നതാണ്. ഏറ്റവും മുകളിലെത്തി നമ്മൾ എത്തിയ സമയം ഒരു ഗോൾഡൻ പീക്ക് ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു നമ്മുടെ ഇതാണ് നമ്മുടെ ആ ഒരു ഹനുമാൻ്റെ ആ ഒരു സ്റ്റാച്യു. ഈ സ്റ്റാച്യു അത്യാവശ്യം ഒരു 108 മീറ്റർ അടിയോളം ഉയരമുള്ളതാണ്. നമുക്ക് വലിയ സ്റ്റാച്യുകളിലെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്റ്റാച്യു അത് ഇന്ത്യയിലുള്ള ഒരെണ്ണമാണിത്. ഇത് നമ്മുടെ ഷിംലയുള്ള ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. ഷിംല നമ്മുടെ മാൾ റോഡിൽ നിന്നും 2.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ്. ബട്ട് ആ 2.5 കിലോമീറ്റർ നടന്നാണ് വരുന്നതെങ്കിൽ ഒരു 4-5 കിലോമീറ്റർ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ആ കയറ്റം കയറുമ്പോൾ പ്രഷറിലുണ്ടാകുന്ന വേരിയേഷനും തണുപ്പും എല്ലാം കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, അങ്ങനെ കുറേ വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ അവിടെ നമുക്ക് ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്കവിടെ മണിയൊക്കെ അടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ പൂജയൊക്കെ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സായിട്ട് കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവിടെ നിന്നും പാസ്സാക്കി. അതിനുശേഷം എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങി ചുറ്റി നമുക്ക് നടന്ന് തിരിച്ച് പോകുന്ന വഴിയിലേക്കാണ്. നമുക്ക് അതുവഴി കയറി ഇറങ്ങി നമ്മളിങ്ങനെ കറങ്ങിപ്പോവും. ഇതാ അങ്ങ് ദൂരെ നിൽക്കുന്ന ആ ഒരു സ്റ്റാച്യു. അതിനുശേഷം ഇവിടെ വന്ന് ആ പിള്ളേരൊക്കെ മണിയൊക്കെ അടിക്കുന്നത് കേട്ടോ. ബട്ട് ഞാൻ എത്തിയ സമയത്ത് നമുക്ക് ഷൂസൊക്കെ ഊരിയിട്ടിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ളത്. സോ ഞാൻ ഒന്നുമില്ല. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ട്സുമായിട്ട് ഇറങ്ങി. നമുക്ക് രാത്രിയിലെ ഷിംലയുടെ കാഴ്ചയാണ്. ഷിംലയുടെ കാഴ്ചകൾ ഇതെങ്ങനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് മൂവ് ഔട്ട് ആവുകയാണ്. ഓക്കെ, ഷിംലയിൽ നമ്മൾ താഴേക്ക് വരുന്ന സ്പോട്ടിൽ നമുക്ക് അത്യാവശ്യം ആൾക്കാരെല്ലാം ഉള്ളൊരു സ്പോട്ടാണിത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറച്ച് മമ്മൂസ് അങ്ങനത്തെ എന്തോ കുറച്ച് കാര്യങ്ങൾ മേടിച്ചു. ഭയങ്കര ഏരിയ ആയിരുന്നു. സോ അത് കളഞ്ഞു. പിന്നെ നമുക്ക് ആ മാൾ റോഡിലെ ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു നൈറ്റ് നമുക്ക് തിരിച്ച് വന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റി. ഈസ് ദിസ് ലൈക്ക് ദാറ്റ്. പിന്നെ ആ മാൾ റോഡിൽ നമുക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ഷോപ്പിംഗ് പ്ലേസാണ് ഇതൊക്കെ. ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് മണാലിയിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് us. This is Arun going to signing out. Bye bye.